ഹേ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സിവിൽ സർവീസിൻ്റെ സിലബസ് ഞാൻ ഓരോ ദിവസങ്ങളായിട്ട് ഇനി അങ്ങോട്ടേക്ക് എടുക്കാൻ തുടങ്ങാൻ പോവാണ്. ഹിസ്റ്ററിയിൽ നിന്നാണ് തുടങ്ങുന്നത്. ഹിസ്റ്ററിയിൽ തന്നെ ദ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി എന്നാണ് ഞാൻ തുടങ്ങാൻ പോകുന്നത്. സോ മോഡ് ഓഫ് ലാംഗ്വേജ് ഇംഗ്ലീഷ് ആയിരിക്കും, പക്ഷേ പഠിപ്പിക്കുന്നത് മലയാളത്തിലായിരിക്കും. ഓക്കെ, സോ ഹിസ്റ്ററിയിലെ സിലബസ് ആദ്യം നോക്കാം. മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി, മെഡിവൽ ഇന്ത്യൻ ഹിസ്റ്ററി, ആൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി, ആർട്ട് ആൻഡ് കൾച്ചർ, പോസ്റ്റ് ഇൻഡിപെൻഡൻസ്. ഇതാണ് ഹിസ്റ്ററിയിലെ സിലബസ്. ഇതിൽ ഞാൻ തുടങ്ങാൻ പോകുന്നത് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി എന്നായിരിക്കും. വേൾഡ് ഹിസ്റ്ററി മെയിൻസിൽ മാത്രമേ ചോദിക്കുള്ളൂ, ബാക്കി എല്ലാ ടോപ്പിക്സും പ്രിലിംസിൽ ചോദിക്കും. മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി ഇതിൻ്റെ ബുക്ക് ലിസ്റ്റ് ഇതാണ്: സ്പെക്ട്രം, NCERT, പിന്നെ ക്ലാസ് നോട്ട്സും റെഗുലർ എക്സാംസും. ഇതിൽ സ്പെക്ട്രം നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും, പക്ഷേ 2020 മുമ്പുള്ള സ്പെക്ട്രം ആണെങ്കിൽ വാങ്ങിക്കാൻ കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലത്. കാരണം അതിന് ശേഷമുള്ള സ്പെക്ട്രത്തിൽ 40% മാത്രമേ നമുക്ക് എക്സാമിന് വേണ്ടതായിട്ടുള്ളൂ. ബാക്കി 60% വേണ്ടാത്ത ഔട്ട് ഓഫ് സിലബസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം അവർക്ക് നമ്പർ ഓഫ് പേജസ് കൂടുമ്പോൾ പൈസയും കൂടും, പ്രോഫിറ്റും കൂടുതൽ കിട്ടും. അതിന് വേണ്ടിയിട്ട് അവരിപ്പോൾ കുറേ പേജസ് എക്സ്ട്രാ ഇറക്കിയിട്ടുണ്ട്. പക്ഷേ നിങ്ങളത് വാങ്ങിക്കുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ വായിക്കുന്നത് ഇപ്പോൾ കോച്ചിങ് ഒന്നും ഇല്ലാന്നാണെങ്കിൽ ആവശ്യമുള്ള ചാപ്റ്റേഴ്സാണോ ആവശ്യമില്ലാത്ത ചാപ്റ്റേഴ്സാണോ അറിയില്ലല്ലോ. അപ്പോൾ 2020 മുമ്പുള്ള സ്പെക്ട്രം വാങ്ങിക്കാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും നല്ലത്. അതിന് ശേഷമുള്ളത് വാങ്ങിക്കാൻ കുഴപ്പമില്ല, പക്ഷേ ചാപ്റ്റേഴ്സ് കൃത്യമായിട്ട് മനസ്സിലാക്കി വായിക്കാനും പഠിക്കാനും പറ്റണമെന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന യൂട്യൂബിൽ നോക്കാം. ഓക്കെ, ഏതൊക്കെയാണ് ആവശ്യമുള്ള ടോപ്പിക്സ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ NCERT റൂട്ട് എന്ന് പറയുന്നത് NCERT ആണ്. ഫൗണ്ടേഷൻ എന്ന് പഠിച്ചാലേ കാര്യമുള്ളൂ. അപ്പോൾ NCERT, പിന്നെ ക്ലാസ് നോട്ട്സ്. എൻ്റെ കയ്യിൽ ക്ലാസ് നോട്ട്സ് ഉണ്ട്. അതിലേകദേശം ആ ക്ലാസ് നോട്ട് തന്നെ 95%-ലധികം സിവിൽ സർവീസിലെ ഹിസ്റ്ററി സിലബസ് കവർ ചെയ്യും. പക്ഷേ ആ ക്ലാസ് നോട്ട് പറയുമ്പോൾ ഫോട്ടോ എടുത്ത് അയച്ചാലും പറ്റില്ല, കാരണം അതിൽ ഒരുപാട് ടോപ്പിക്സ് ഞാൻ മിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നോക്കിയാൽ മനസ്സിലാവില്ല. ക്ലാസ്സിൻ്റെ ഇടയിൽ പറഞ്ഞുതരാമെന്ന് വിചാരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇൻ 1505 ഡി ആൽമീഡിയ വാസ് സെൻറ്റ് ആസ് ദി ഫസ്റ്റ് പോർച്ചുഗീസ് വൈസ്രോയി ഇൻ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ക്ലാസ്സിൻ്റെ ഇടയിൽ പറഞ്ഞുതരാണെങ്കിൽ നിങ്ങൾക്ക് എഴുതിയെടുക്കാമല്ലോ. പക്ഷേ അങ്ങനെ പറഞ്ഞുതരാൻ പറ്റുമെന്ന് അറിയില്ല, കാരണം 15-20 മിനിറ്റാണ് ഞാൻ ഈ ക്ലാസ്സിൽ എക്സ്പെക്ട് ചെയ്യുന്ന ടൈം ഡ്യൂറേഷൻ. കാരണം ഞാനൊരു ഓൺലൈൻ കോച്ചിങ് തുടങ്ങാൻ പോവാണ് ജൂണിൽ, ഈ നെക്സ്റ്റ് മന്ത്. അപ്പോൾ അതിൽ ഒരു 1 hour അല്ലെങ്കിൽ 2 hour ഡ്യൂറേഷനിൽ ഞാൻ ക്ലാസ്സസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിൽ ഇതേപോലെ ക്ലാസ്സസൊക്കെ പറഞ്ഞു കൊടുത്ത് ഇവിടെ വന്ന് യൂട്യൂബിലും അത്രയും ലെക്ചർ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു 15-20 മിനിറ്റ് ക്ലാസ് നോട്ട് തരാൻ പറ്റുമെന്ന് അറിയില്ല, എന്നാലും മാക്സിമം ശ്രമിക്കാം. ഓക്കെ, പിന്നെ റെഗുലർ എക്സാം ടെലിഗ്രാമിലും വാട്സാപ്പിലും ജോയിൻ ചെയ്ത് വെച്ചോ. ഞാൻ അതിൽ എക്സാംസ് ഇടയ്ക്കൊന്ന് നടത്താൻ ശ്രമിക്കാം. റെഗുലറായിട്ട് നടത്താൻ പറ്റുമെന്ന് അറിയില്ല, മാക്സിമം ഞാൻ എക്സാംസ് അതിൽ നടത്താൻ വേണ്ടിയിട്ട് പറ്റുമെന്ന് ശ്രമിക്കാം. ഓക്കെ, ജോയിൻ ടെലിഗ്രാം ബൈ ന്യൂസ് പേപ്പർ. ഞാൻ എല്ലാ ദിവസവും സിവിൽ സർവീസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദ ഹിന്ദു എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസ് പേപ്പർ അപ്ലോഡ് ചെയ്യാറുണ്ട്. ദ ഹിന്ദു അല്ലെങ്കിൽ ഇന്ത്യൻ എക്സ്പ്രസ്, ഇത് രണ്ടുമാണ് സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ നിർബന്ധമായിട്ട് വായിച്ചിരിക്കേണ്ട ഏതെങ്കിലും ഒരു പേപ്പർ. അപ്പോൾ അതിൽ ദ ഹിന്ദു അപ്ലോഡ് ചെയ്യാറുണ്ട്. താല്പര്യമുള്ളവർക്ക് ടെലിഗ്രാമിലോ വാട്സപ്പ് ഗ്രൂപ്പിലോ വന്ന് വായിക്കാവുന്നതാണ്. മാഗസിൻ 20 പേജിലെ ന്യൂസ് പേപ്പർ വായിക്കാൻ പറ്റുന്ന ആൾക്കാർക്കായിട്ട് 4 പേജിലുള്ള കറണ്ട് അഫയേഴ്സ് മൊത്തം കവർ ആവുന്ന മാഗസിൻ അപ്ലോഡ് ചെയ്യാറുണ്ട്. പ്രൈവറ്റ് കോച്ചിങ് സെൻറ്റേഴ്സിലായിരിക്കും. താല്പര്യമുള്ളവർക്ക് ടെലിഗ്രാമിലോ അല്ലെങ്കിൽ വാട്സാപ്പിലോ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അത് വായിക്കാം. പിന്നെ എക്സാം ടെസ്റ്റ് ഞാൻ നടത്താൻ പറ്റും നോക്കാം. കോച്ചിങ് അതിനെക്കുറിച്ച് ഇപ്പോൾ പറയേണ്ടതെന്ന് വിചാരിച്ചാണ്, പക്ഷേ ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞേക്കാം. May 25 ആകുമ്പോൾ ഞാൻ അനൗൺസ്മെൻറ്റ് നടത്തും. അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യും. ജൂൺ ഫസ്റ്റ് വീക്കിൽ ഞാൻ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യും. 500 രൂപയാണ് മാസം ഫീസ് ഉണ്ടാവുക. അതിൽ 100% എല്ലാ സിലബസും ഞാൻ കവർ ചെയ്യും. 12 മാസമായിരിക്കും ഡ്യൂറേഷൻ ഉണ്ടാവുക, 1 വർഷം. അതിലെല്ലാ സിലബസും കവർ ചെയ്യും. 1-2 മണിക്കൂർ ഡ്യൂറേഷനിലെ ക്ലാസ് ആയിരിക്കും. ക്ലാസ്സിൻ്റെ ഇടയിൽ ഞാനിപ്പോൾ പറഞ്ഞ പോലെ 95%-ലധികം കവർ ചെയ്യുന്ന രീതിയിലുള്ള ക്ലാസ് നോട്ട്സ് ഞാൻ പറഞ്ഞുതരും. സ്പെക്ട്രം, NCERT ഒന്നും വായിക്കേണ്ട, അതൊക്കെ കൺജോയിൻ ചെയ്തുകൊണ്ടുള്ള കണക്ട് ചെയ്തുകൊണ്ടുള്ള നോട്ട്സാണ് എൻ്റെത്. നോട്ട്സ് വായിച്ചത് തന്നെ 95% സിലബസും കവർ ആവും. പിന്നെ ഒരു സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ സ്പെക്ട്രത്തിൻ്റെയും പിന്നെ NCERTയുടെ ആ സെക്ഷൻ ഞാൻ ഫോട്ടോ എടുത്തിട്ടോ PDF ആയിട്ട് ഗ്രൂപ്പിലിട്ടാലും കോച്ചിങ്ങിന് ജോയിൻ ചെയ്തിട്ടുള്ളവർക്ക്. അപ്പോൾ നിങ്ങൾക്ക് അത് വായിക്കുകയും ചെയ്യാം, അതിനനുസരിച്ച് ക്ലാസ് നോട്ടും വായിക്കാം. ഓൾ സെറ്റ്. അല്ലാതെ സ്പെക്ട്രം, NCERT വാങ്ങിക്കണമെന്നില്ല. പിന്നെ മാക്സിമം എക്സാംസ് ഉണ്ടാവും. ഇപ്പോൾ പ്രിലിംസിൻ്റെ പെർസ്പെക്റ്റീവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ 4 ഓപ്ഷൻസ്, ആ ഓപ്ഷൻസിൽ എങ്ങനെ ട്രിക്കി ക്വസ്റ്റ്യൻ എലിമിനേറ്റ് ചെയ്യണം തുടങ്ങി അതിൻ്റെ ക്ലാസ്സൊക്കെ ഉണ്ടാവും. പിന്നെ എക്സാമിൻ്റെ ടെസ്റ്റ് സീരീസ് ഉണ്ടാവും. പിന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. ഡൗട്ട് സോൾവിങ് ഉണ്ടാവും. ഡൗട്ടൊക്കെ ചോദിച്ച് ക്ലിയർ ചെയ്യാം. സോ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് May 25-ന് അനൗൺസ്മെൻറ്റ് ഉണ്ടാവും. പിന്നെ ടെലിഗ്രാമിലും വാട്സാപ്പിലും ജോയിൻ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസും ഇപ്പോൾ 25-ന് അനൗൺസ്മെൻറ്റ് വരുമ്പോൾ മനസ്സിലാക്കാവുന്നതാണ്. ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഞാൻ ഈ ഒരു മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ അതിൻ്റെ ബ്രീഫായിട്ടൊന്ന് പറയാം. 1498 തൊട്ട് 1947 സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെയുള്ള കാര്യങ്ങളാണ് നമുക്ക് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ പഠിക്കാനുള്ളത്. ഫ്രം മൊണാർക്കി ടു ഡെമോക്രസി, മൊണാർക്കി തൊട്ട് ഡെമോക്രസി വരെയുള്ള കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. സോ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റാണ്. പക്ഷെ അതൊരു ഫ്ലോയിൽ മനസ്സിലാക്കണം, തുടക്കം തൊട്ട് അവസാനം വരെ മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുള്ളൂ. എവിടെന്നെങ്കിലൊക്കെ വന്ന് പെട്ടെന്ന് കേട്ടാൽ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കില്ല. സോ ഞാൻ ബേസിക് തൊട്ട് റൂട്ട് തൊട്ട് തുടങ്ങിയിട്ട് എല്ലാം കവർ ചെയ്യാൻ പോകണം. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോകാം. ഓക്കെ, ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണെന്നറിയാവോ? ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെയാണ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് കണ്ട് ടെൻഷൻ അടിക്കേണ്ട, ഞാൻ എന്താണെന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. വെയിറ്റ് ഒരു മിനിറ്റ്. പെന്ന്
ഇതാ ഈ ഒരു പോർഷൻ നിങ്ങൾ കണ്ടോ? ഈ ഒരു പോർഷൻ വഴിയാണ് യൂറോപ്യൻസ് ഇന്ത്യയിലേക്ക് പണ്ട് വന്നുകൊണ്ടുണ്ടായിരുന്നത്. 1400 അല്ലെങ്കിൽ 1400 മുമ്പ്, ഒരു 1450 മുമ്പ് യൂറോപ്യൻസ് ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടായത് ഈ വഴിയാണ്. ഓക്കെ, ഈ വഴി ഇങ്ങനെ വരും, ഇങ്ങനെയാണ് വന്നുകൊണ്ടുണ്ടായിരുന്നത് യൂറോപ്യൻസ് ഇന്ത്യയിലേക്ക്. 1450 മുൻപ് യൂറോപ്യൻസ് വന്ന വഴി ഇതാണ്. അവരെന്തിനാണ് വന്നുകൊണ്ടായിരുന്നത്? അവിടെ യൂറോപ്പിൽ 1 രൂപയുടെ സാധനം അവിടെ നിന്ന് കൊണ്ടുവന്ന് 50 രൂപയ്ക്ക് ഇന്ത്യയിൽ വെക്കും. 50 രൂപയ്ക്ക് ഇന്ത്യയിൽ വിറ്റതിന് ശേഷം അവരുടെ ഇന്ത്യൻ പ്രോഡക്ട്സ് 1 രൂപയ്ക്ക് ഇവിടെ നിന്നുകൊണ്ടേ അവർക്ക് അവിടെ 50 രൂപയ്ക്ക് അല്ലെങ്കിൽ 60 രൂപയ്ക്ക് വെക്കും. അപ്പോൾ നല്ല പ്രോഫിറ്റ്സാണ് യൂറോപ്യൻസിന് കിട്ടിക്കൊണ്ടുണ്ടായിരുന്നത്. പക്ഷേ നല്ല പ്രോഫിറ്റ് കിട്ടിക്കൊണ്ടുണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് യൂറോപ്യൻസിനൊരു പണി കിട്ടി. എന്താണെന്നറിയാവോ? ഈ യൂറോപ്യൻസ് പോയിക്കൊണ്ടായിരുന്ന ഈ ഒരു പോർഷനില്ലേ, ഇത് അറബ്സിൻ്റെ കയ്യിലായി. അറബ്സിൻ്റെ കയ്യിലായിട്ടാകുമ്പോൾ ഇതിൻ്റെ മൊത്തം അധികാരം അറബ്സിൻ്റെ കയ്യിലായി. അപ്പോൾ ഇതിൽ പിന്നെ പോകുമ്പോൾ അറബ്സ് പറഞ്ഞു ഞങ്ങൾക്ക് ടാക്സ് തരണം, എന്നാൽ മാത്രമേ ഞങ്ങൾ ഈ വഴിയിൽ പോകാൻ സമ്മതിക്കുള്ളൂ എന്ന് പറഞ്ഞു. അവരുടെ ടാക്സ് കേൾക്കുമ്പോൾ ഇവർ യൂറോപ്യൻസ് ഞെട്ടിപ്പോയി. കാരണം അവിടെ നിന്നുള്ള സാധനം ഇവിടെ കൊണ്ടുവന്ന് വിറ്റ്, ഇവിടെ നിന്നുള്ള സാധനം അവിടെ കൊണ്ടുപോയി വിറ്റാൽ കിട്ടുന്നതിൻ്റെ ഡബിൾ പൈസയാണ് ടാക്സായിട്ട് ചോദിക്കുന്നത് അറബ്സ്. അതിനേക്കാളും നല്ലത് വിൽക്കാതിരിക്കുന്നതല്ലേ, വെറുതെ നിന്നെ കഷ്ടപ്പെട്ട് 5 പൈസ ഇല്ലാതെ കടം ഉണ്ടാക്കി വെക്കുന്നത്. അപ്പോൾ ഈ ഒരു റൂട്ട് പോയി കിട്ടി. ഈ ഒരു റൂട്ട് പോയി കിട്ടിയതിന് ശേഷം ഇവർക്ക് യൂറോപ്യൻസിന് എന്താണെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് സാമ്പത്തികമായിട്ടും താഴോട്ട് പോവാണ്. കാരണം ഭയങ്കര പ്രോഫിറ്റ് ഇന്ത്യയിൽ നിന്ന് കിട്ടിക്കൊണ്ടായിരുന്നത്. കാരണം അവരുടെ പ്രൊഡക്റ്റ് ഇന്ത്യയിൽ കൊണ്ടുവന്ന് പ്രീഷ്യസ് സ്റ്റോൺസും അവരുടെ മസാലയൊക്കെ വിറ്റുകൊണ്ടായ സമയത്ത് ഇന്ത്യൻസ് ഭയങ്കരമായിട്ട് വാങ്ങുമായിരുന്നു. ഇന്ത്യയിലുള്ള സ്പൈസസ് ഒക്കെ അവിടെ യൂറോപ്പിൽ ഭയങ്കര ഡിമാൻഡാണ്. അപ്പോൾ അതൊക്കെ ഇടിഞ്ഞു, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായി. ഇവിടെ ടാക്സ് കൊടുത്ത് പോകാനും പറ്റില്ല. അപ്പോൾ ഇന്ത്യയിലേക്ക് ഡയറക്റ്റ്, അതായത് ഈ വഴി അല്ലാതെ ഡയറക്റ്റ് ഒരു സീ റൂട്ട് വേണമെന്ന് യൂറോപ്യൻസ് തീരുമാനിച്ചു. അതിന് വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടാണ് പിന്നെ തുടങ്ങുന്നത്. പോർച്ചുഗൽ പ്രിൻസ് ഹെൻറി എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇത് തുടക്കം കുറിക്കുന്നത്. അദ്ദേഹം 1460 ഈ ഒരു റൂട്ട് കണ്ടുപിടിച്ച് അവസാനം മരണപ്പെട്ടു. ഓക്കെ, 1460 വരെ അദ്ദേഹം കഷ്ടപ്പെട്ടു ഇന്ത്യയിലേക്കുള്ള ഡയറക്റ്റായിട്ടുള്ള ഒരു സീ റൂട്ട്. പക്ഷെ അദ്ദേഹത്തിന് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. അദ്ദേഹം 1460 മരണപ്പെട്ടു. അദ്ദേഹത്തിനൊരു പേര് തന്നെ വന്നു, എന്താ? ദ നാവിഗേറ്റർ. എന്തിനാ? ഇന്ത്യയിലേക്കും ഇന്തോനേഷ്യയിലേക്കുള്ള ഡയറക്റ്റ് സീ റൂട്ട് കണ്ടുപിടിച്ച് മരിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് ഒരു പേര് കൂടെ വന്നു, ദ നാവിഗേറ്റർ. അദ്ദേഹം അതിനുശേഷം പോർച്ചുഗലിലെ രാജാവൊക്കെ ആയിരുന്നു. പക്ഷെ അദ്ദേഹത്തിനും ഇന്ത്യയിലേക്കുള്ള ഡയറക്റ്റ് സീ റൂട്ട് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. അതിനുശേഷം കിങ് ജോൺ സെക്കൻഡ് എന്ന് പറഞ്ഞ രാജാവിൻ്റെ കാലത്ത് ബോർത്തോലോമിയു ഡിയാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെയിലറാണ് ഏകദേശം 80% ഇന്ത്യയിലേക്കുള്ള റൂട്ട് കണ്ടുപിടിക്കുന്നത്. സ്പെല്ലിങ് ഞാൻ പറയാം: BORTHOLOMEWDIAZ. ബോർത്തോലോമിയു ഡിയാസ്. അദ്ദേഹം കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്ന് പറയുന്ന സ്ഥലം വരെ ക്രോസ് ചെയ്തു. ഓക്കെ, ഒരു 80% ഇന്ത്യയിലേക്ക് എത്താറായതായിരുന്നു. പക്ഷെ അപ്പോഴും അദ്ദേഹം പരാജയപ്പെട്ട് മടങ്ങിപ്പോയി. പക്ഷെ അദ്ദേഹം ഒരു 80% മാപ്പ് കണ്ടുപിടിച്ചു ഇന്ത്യയിലേക്കുള്ളത്. അത് വാസ്കോ ഡ ഗാമ സ്കെച്ച് ചെയ്തു. അതിനുശേഷം വാസ്കോ ഡ ഗാമ ഇറങ്ങി തിരിച്ചു. പക്ഷേ വാസ്കോ ഡ ഗാമ പരാജയപ്പെട്ടില്ല. 100% കംപ്ലീറ്റ് ചെയ്ത് അദ്ദേഹം കാലിക്കട്ട് വന്ന് കാലുകുത്തി. അങ്ങനെ കാലിക്കട്ട് വന്ന് വാസ്കോ ഡ ഗാമ ഒഫീഷ്യലി കാലുകുത്തി. അതിന് മുമ്പേ ഇന്ത്യയിലേക്കൊക്കെ യൂറോപ്യൻസ് വന്നുകൊണ്ടുണ്ടായിരുന്നു ട്രേഡിന് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ ഒഫീഷ്യലി അതിൻ്റെ തെളിവുകളൊന്നും അങ്ങനെയില്ല. അത് മെഡിവൽ ഇന്ത്യൻ ഹിസ്റ്ററി വരുന്ന സമയത്ത് അതിൽ ക്ലിയർ ആയിട്ട് പഠിക്കും. ഓക്കെ, അതിൽ ഞാനിപ്പോൾ കൂട്ടിമുട്ടിക്കുന്നില്ല. 1498 വാസ്കോ ഡ ഗാമ ആദ്യമായിട്ട് വന്ന് കാലിക്കട്ട് കാലുകുത്തി. അതാണ് ആദ്യമായിട്ട് വന്ന് കാലുകുത്തി എന്ന് പറയപ്പെടുന്നത്. അതിന് മുമ്പേ ട്രേഡിനൊക്കെ ആയിട്ട് പല ആൾക്കാരും ഇൻഡിവിജ്വലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ മെഡിവൽ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ പഠിക്കും. ഓക്കെ, അപ്പോൾ 1498 ഇന്ത്യയിലേക്കുള്ള ഡയറക്റ്റ് സീ റൂട്ട് വാസ്കോ ഡ ഗാമ കണ്ടുപിടിച്ചു. വാസ്കോ ഡ ഗാമ അതിൻ്റെ മാപ്പ് ഉണ്ടാക്കി വെച്ചു. വാസ്കോ ഡ ഗാമ കറക്റ്റായിട്ട് 100% കംപ്ലീറ്റ് ചെയ്തു. കാലിക്കട്ട് കാലുകുത്തിയ സമയത്ത് ജാമോറിൻസ് ഓഫ് കേരളത്തിലെ ജാമൂതിരി അങ്ങനെ പറയുമ്പോൾ, ഓക്കെ, ഇംഗ്ലീഷിൽ പറയുമ്പോൾ ജാമോറിൻസ് ഓഫ് കേരള, അവർക്കൊരു ടെൻഡൻസി ഉണ്ട് ടു വെൽക്കം അതേഴ്സ്. ഓക്കെ, അതിഥി ദേവോ ഭവ നമ്മൾ പറയാറില്ലേ, അതിഥികളെ സ്വീകരിക്കണം എന്ന് പറയില്ല. അപ്പം അങ്ങനെ വാസ്കോ ഡ ഗാമയെ സ്വീകരിച്ചു, നല്ലൊരു സ്വീകരണം തന്നെ കൊടുത്തു. അതിനുശേഷം അദ്ദേഹം മാപ്പ് ഉണ്ടാക്കിയതിനു ശേഷം തിരിച്ച് പോർച്ചുഗലിലേക്ക് തിരിച്ചുപോയി. ഇവിടെ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. ഫ്രം ട്രേഡിങ് ടു റൂളിങ്. ട്രേഡിന് വന്ന് വിൽപ്പനയ്ക്കും ഇവിടെ നിന്ന് അവിടെ കൊണ്ട് വിൽപ്പനയ്ക്കും തുടങ്ങി, ട്രേഡിങ്ങിൽ നിന്ന് തുടങ്ങി റൂളിങ്ങിലേക്ക്, ഇന്ത്യയെ ഭരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത് ഈ ഒരു സമയത്താണ് എല്ലാത്തിനും തുടക്കം. 1498 വാസ്കോ ഡ ഗാമ മാപ്പ് ഉണ്ടാക്കിയതിന് തൊട്ടാണ് എല്ലാത്തിനും തുടക്കം. ആദ്യം പോർച്ചുഗീസുകാർ വന്നു, ട്രേഡ് നടത്താൻ തുടങ്ങി. അതിനുശേഷം ഡച്ച് വന്നു, ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നു. അതിനുശേഷം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നു, ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നു. ബ്രിട്ടീഷും ഫ്രഞ്ചും തമ്മിൽ യുദ്ധമായി. പിന്നെ കർണാട്ടിക് വാർ നടന്നു. പിന്നെ ബംഗാളെ കയ്യിലാക്കി ബ്രിട്ടീഷുകാർ, മറാത്ത റീജിയൻ കയ്യിലാക്കി, ടിപ്പു സുൽത്താനെ വന്ന് മൈസൂർ കയ്യിലാക്കി, പഞ്ചാബ് കയ്യിലാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങ്
കയറി ബ്രിട്ടീഷുകാർ പോയിരുന്നു. അതിനുശേഷം മുഗൾസ് എന്ന് പറഞ്ഞാൽ അറിയാമോ, താജ്മഹലൊക്കെ നിർമ്മിച്ച ഷാജഹാൻ ചക്രവർത്തിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? അതാണ് മുഗൾ രാജവംശം. മുഗൾ രാജവംശത്തിന് വരെ 1850 തുടച്ച് നീക്കി ഇല്ലാണ്ടാക്കിയ ബ്രിട്ടീഷ് ആധിപത്യം സ്ഥാപിച്ച മുഗൾസിൻ്റെ വരെ കോയിൻസ് നിരോധിച്ച് അവരുടേതായിട്ടുള്ള ബ്രിട്ടീഷുകാർ കോയിൻസ് വരെ ഇറക്കി. ബ്രിട്ടീഷിൻ്റെ ഒരു മൊണാർക്കി ഭരണം തന്നെയായിരുന്നു അതിന് ശേഷം. അപ്പോഴാണ് നമ്മൾ മൊണാർക്കി തൊട്ട് ഡെമോക്രസി വരെയുള്ള കാര്യങ്ങൾ പറയാൻ പോകുന്നത്. ഡെമോക്രസി പറഞ്ഞാൽ ജനാധിപത്യം. 1947 സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ദ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ട്രേഡിങ്ങിനായിട്ട് വന്ന് റൂളേഴ്സായിട്ട് മാറുന്നൊരവസ്ഥ. അപ്പോൾ ഞാനത് ഇന്നത്തെ ഒരു ബിഗിനിങ് ക്ലാസ് ആയതുകൊണ്ട് ഞാൻ ഒന്നും കൺജോയിൻ ചെയ്യുന്നില്ല, ഒന്നും കണക്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഇന്ന് ജസ്റ്റ് ഇത്രയും ഒരു കോൺസെപ്റ്റ് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇതിനുശേഷം നമ്മൾ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. പോർച്ചുഗീസ് വരുന്നതും ഡച്ച് വരുന്നതും അതിനുശേഷം ഡച്ച് തിരിച്ചു പോകുന്നതും ബ്രിട്ടീഷ് എത്തുന്നതും ഫ്രഞ്ച് എത്തുന്നതും അവരുടെ വാറും മുഗൾസിനെ കുറിച്ച് നമ്മൾ പഠിക്കും. മുഗൾസിനെ കുറിച്ചും പഠിക്കും. ഡിക്ലൈൻ ഓഫ് മുഗൾസ് പഠിക്കും. മുഗൾസിൻ്റെ താഴ്ച, മുഗൾസിൻ്റെ രാജഭരണം തന്നെ അവസാനിക്കുന്ന ഡിക്ലൈൻ ഓഫ് മുഗൾസ്, അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കും. പിന്നെ ശിവാജി ചക്രവർത്തിയുടെ മറാത്ത കിങ്ഡത്തെക്കുറിച്ച് പഠിക്കും. പിന്നെ ടിപ്പു സുൽത്താൻ്റെ മൈസൂർ കിങ്ഡത്തെക്കുറിച്ച് പഠിക്കും. കർണാട്ടിക് വാറിനെക്കുറിച്ച് പഠിക്കും. പിന്നെ ബാറ്റിൽ ഓഫ് ബക്സർ, ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്, ഇതൊക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് പഠിക്കും. അടുത്ത ക്ലാസ് തൊട്ട് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിലേക്ക് തന്നെ പോകാം. ഇന്ന് ഏതെല്ലാം കൺജോയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ഏതായാലും ടെലിഗ്രാമിലും വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ജോയിൻ ചെയ്ത് വെക്കുക. അതിൽ ബാക്കി കാര്യങ്ങളൊക്കെ ന്യൂസ് പേപ്പേഴ്സ്, മാഗസിൻ, ടെസ്റ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിലുണ്ടായിരിക്കുന്നതായിരിക്കും. പിന്നെ ക്ലാസ് ഇനി മുതൽ ലെക്ചർ 2, 3 എന്നൊക്കെ പറഞ്ഞിട്ട് ക്ലാസ്സൊക്കെ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാം. ക്ലാസ് നോട്ട്സ് തരാൻ പറ്റുന്ന അറിയില്ല, ഏതായാലും ഞാൻ ശ്രമിക്കാം. പിന്നെ ഡെഫിനറ്റ്ലി കോച്ചിങ്ങിനെ കുറിച്ച് പറഞ്ഞ് മറക്കണ്ട. താല്പര്യമുള്ള ആൾക്കാർക്ക് ജോയിൻ ചെയ്യാം. 500 rupees മാത്രമേ മാസം ഫീസ് ഉണ്ടാവുള്ളൂ. എനിവേ നാളെ തൊട്ട് ക്ലാസ്സസ് ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ.